യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി മുമ്പോട്ട് വെച്ച ദർശനം 1000 വർഷം മുമ്പ് മുമ്പോട്ട് വെച്ച വ്യക്തിയാണ് മണികണ്ഠൻ, ദൈവമായ ഈശ്വരനായ അവതാരമായ മണികണ്ഠൻ. ഈ ലൈനാണ്. ഇനി രണ്ട്, ഇന്നത്തെ വാവരസ്വാമിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശം 100% തെറ്റാണ്. അതിനെ അപലപിക്കുന്നു. അതിനെതിരെ നിയമ നടപടി ഉണ്ടാവണം, ഒരു സംശയവുമില്ല. അത് അയ്യപ്പൻ നിന്നയാണ്. ഇന്ന് ആ വേദിയിൽ വെച്ച് അവർ ചെയ്തത് അയ്യപ്പൻ നിന്നയാണ്. ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. ശക്തമായ നടപടി, ശക്തമായ നിലപാട് വേണം. ബി.ജെ.പിയിലെ എല്ലാവരും അല്ല രാഹുൽ ഈശ്വർ, അത് ആരെടുക്കണം ശക്തമായ നടപടി എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനത്തിലേക്കല്ല അതിനെ ചുരുക്കേണ്ടത്. അവിടെ ഇതിനകത്ത് എതിർ നിലപാടെടുക്കേണ്ട ഒരാളുടെ പേര് കുമ്മനമെന്നാണ്. എതിർ നിലപാടെടുക്കുമോ? രാജീവ് ചന്ദ്രശേഖർ എടുക്കുമോ? പന്തളം കൊട്ടാരം എടുക്കുമോ? ഇപ്പൊ പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗം പ്രദീപ് വർമ്മയാണ് ഇപ്പോൾ ഇതിന് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ ബി.ജെ.പി കേന്ദ്രങ്ങൾ പറയുന്നത് എന്താണ്? CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണെന്നാണ്. അത് കുഴപ്പമില്ല. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം അയ്യപ്പന്റെ പാതയാണ് പിന്തുടരുന്നത്. ശ്രീ പ്രദീപ് വർമ്മയാണ് ഇന്നത്തെ ഹീറോ, ഒരു സംശയം വേണ്ട. അല്ലല്ല, അവിടെ പറയാൻ വരുന്നത്, എനിക്ക് പറയാൻ ഒരു മടിയില്ല. എനിക്ക് കുമ്മനം ചേട്ടൻ എന്റെ വീട്ടിലെ ഒരാളെ പോലാണ്, അല്ലെങ്കിൽ വളരെ ആദരവോടെ കാണുന്ന ആളാണ്. ഒരു സംശയവുമില്ല. കുമ്മനം ചേട്ടൻ അടക്കം വാവരെ മുസ്ലിം തീവ്രവാദി എന്നവർ വിളിച്ചു. അത് അപലപിക്കപ്പെടേണ്ടതാണ്. ഈ ശശികല ടീച്ചറിന്റെ ലൈൻ എടുക്കരുത്, അല്ലെങ്കിൽ ഈ തീവ്ര ഹിന്ദുത്വവാദ ഗോഡ്സേവാദ ലൈൻ എടുക്കരുത്. അത് അയ്യപ്പ നിഷേധമാണ്. കാര്യം അയ്യപ്പൻ സ്ഥാനവും ആത്മമിത്രവുമാക്കിയ വാവരെ തെള്ളി പറയുന്നത് അയ്യപ്പനെ തെള്ളി പറയുന്ന പോലെയാണ്. ഇതേപോലെ വെളുത്തെ തെള്ളി പറയുന്നത് അയ്യപ്പനെ തെള്ളി പറയുന്ന പോലെയാണ്. ഒരു സംശയവുമില്ല. കുമ്മനം ചേട്ടൻ അടക്കം ഈ തീവ്ര ഹിന്ദുത്വവാദത്തിനെതിരെ നിലപാടെടുക്കണം. ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ എടുക്കണം. കാര്യം നമുക്കെല്ലാം അറിയാലോ വാവരുണ്ടെന്ന്. ശബരിമലയിൽ ഇനി ആർക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. രാഹുൽ, ഇത്തരം ആളുകൾക്ക് വന്ന് വിദ്വേഷ പ്രസംഗം വിളമ്പാനുള്ള ഇടമുണ്ടാക്കിയവരാണ്. വന്നയാൾ അവിടെ നിൽക്കട്ടെ, വന്നയാൾക്ക് ഇങ്ങനെ വിളമ്പാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കിയവർ ഈ പറയുന്ന കാവിയിട്ട ആളേക്കാൾ വലിയ രാഷ്ട്രീയമായ വിദ്രോഹ പ്രവർത്തനം ചെയ്തവരാണ്. ഇയാളെന്തോ പറഞ്ഞു, അതുകൊണ്ട് ഇയാൾക്കെതിരെ പറയണമെന്നതല്ല. ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഇത് പറയിക്കുന്ന വേദി ഉണ്ടാക്കുന്നത് അല്ലല്ല, അവിടെ വന്ന് പറയുന്ന ആളേക്കാൾ വലിയ കുറ്റവാളികളാണ്. അല്ല, അങ്ങനെ പറയല്ലേ വേണുജി. ഒരു അൾട്രാ റൈറ്റ് ലൈൻ ഉണ്ട്. പണ്ട് മുതലേ ഈ അൾട്രാ റൈറ്റ് ലൈൻ ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീ വേണുജി ഓർക്കേണ്ടത്, 1944 ഗാന്ധിജിയെ ഗോഡ്സെ കൊല്ലാൻ വന്നപ്പോ ഗാന്ധിജി ഗോഡ്സെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. നീ എന്റെ കൂടെ 8 ദിവസം സേവാഗ്രാം ആശ്രമത്തിൽ ഒന്ന് താമസിക്കുക, നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതായിരിക്കുമല്ലോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്, നമുക്ക് സംസാരിച്ച് ശരിയാക്കാന്നാണ് പറഞ്ഞത്. ആ മനോഭാവമേ ഹിന്ദു അൾട്രാ റൈറ്റ് വിങ്ങിനോട് നമുക്ക് എടുക്കാൻ പറ്റൂ. മഹാത്മാഗാന്ധി പറഞ്ഞത് ഗോഡ്സെ കേട്ടിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി മറ്റൊന്നും ആവുമായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഓവർ ആക്കുന്ന തീവ്ര വലതുപക്ഷം, അർബൻ നാസികൾ, അൾട്രാ റൈറ്റ് വിങ്ങേഴ്സ് ഉണ്ട്. ഞാനൊരു റൈറ്റ് വിങ്ങർ ആണ്, പക്ഷെ തീവ്ര വലതുപക്ഷവാദി. ഇനിയിപ്പോ ഇതിനേക്കാൾ അപകടകരമായ ചില കാര്യങ്ങൾ കൂടി അയാൾ പറയുകയുണ്ടായി. രാഹുൽ, അയാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാവരെ പറ്റി പറഞ്ഞ ഭാഗം കേട്ടല്ലോ, ഇതിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു. വാവർ മുസ്ലിം ആക്രമണകാരിയാണ്, അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കടന്നു വന്ന തീവ്രവാദിയാണ്, അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല. എന്നിട്ട് പറയുകയാണ് പൂജിക്കപ്പെടേണ്ടത് ആരെന്ന് ചോദിച്ചാൽ വാപുരൻ സ്വാമി ശിവന്റെ ഭൂതമാണ്. കഴിഞ്ഞില്ല രാഹുൽ, ഇപ്പോൾ അങ്ങേക്കറിയാമല്ലോ, അങ്ങ് തുറന്ന് സമ്മതിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയുമാണ്. ഇപ്പോൾ ഈ സംഘികൾ അല്ലെങ്കിൽ അവരുടെ വലയിൽപ്പെട്ടവർ ഈ പറയുന്ന ശബരിമലയിൽ പോയി ശരണം വിളിക്കുമ്പോൾ വാവരെ പറ്റിയുള്ള ശരണം വിളി ഒഴിവാക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോകാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി സൂക്ഷ്മമായി നടപ്പാക്കപ്പെടുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അതെവിടെയാണ് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത് എന്നുകൂടി പറയാം. അതിന് ഈ മണ്ണ് സന്നദ്ധമാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ വിദ്വാൻ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് ഈ പറയുന്ന പ്രത്യേക പേരുള്ള ആളുണ്ടല്ലോ, വാപുരൻ അല്ലേ, ഈ വാപുരന്റെ ഒരു മഹാക്ഷേത്രം ഈ പറയുന്ന എരുമേലിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി കൃത്യമായി ഈ പറയുന്ന ശരണം വിളിച്ച് ശബരിമലയിൽ പോകാൻ പറ്റുമെന്ന്. അപ്പൊ എന്താണ് ആ പദ്ധതി? അങ്ങനെ എരുമേലിയിൽ ഒരു ക്ഷേത്രം വരണോ വാപുരന്? 100% വേണ്ട, 99 പോലും അല്ല. ശ്രീ വേണുജി അറിഞ്ഞിരിക്കേണ്ടത്, ഞാനൊക്കെ എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും കഴിഞ്ഞ 10-15 വർഷമായിട്ട് വാവരെയും വെളുത്തേയും കുറിച്ച് പറയുന്നത്, ഞങ്ങളുടെ ഇടയിലുള്ള ഈ ക്യാൻസറിനെ കുറിച്ച് ബാക്കി എല്ലാവരെക്കാട്ടി എനിക്കറിയാം. ഒരു 12 വർഷം മുമ്പ് ഇവരൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ കാശ് മേടിച്ച് രാഹുൽ ഈശ്വറാണ് വാവരെയും വെളുത്തെ ഇത്രയും പ്രചരിപ്പിക്കുന്നത്, കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞവരോട് 1000 വർഷമായിട്ട് വാവരും വെളുത്തെ അവിടെ ഉണ്ട്, ഇനി ഞാൻ പറഞ്ഞിട്ടാണോ കൊണ്ടുവരേണ്ടത്? അപ്പൊ ഇതൊരു തരം മനോരോഗമാണ്. ഞങ്ങളുടെ ഇടയിലുള്ള നാഗവല്ലിമാരാ